ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന 9ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് കാഴ്ചകൾ കൂട്ടിയിണക്കാം. നമ്മൾ ഓരോ വീഡിയോസും റീൽസും ഒക്കെ കാണാറുണ്ടല്ലേ? ആ വീഡിയോസും റീൽസും ഒക്കെ ഒറ്റ പ്രാവശ്യമായിട്ട് എടുത്ത് അത് ഡയറക്റ്റ് നമ്മൾ കാണുവാണോ ചെയ്യുന്നത്? അല്ല. അതെങ്ങനെയാണ്? പല പല സീനുകളായിട്ട് എടുത്തിട്ട് അതിനൊന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അല്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുന്ന ഒരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേഡൻ ലൈവ്. കേഡൻ ലൈവ് ഓപ്പൺ ചെയ്യാനായിട്ട് ഷോ ആപ്ലിക്കേഷൻസിൽ കേഡൻ ലൈവ് സെർച്ച് ചെയ്യുക. ഇതാണ് കേഡൻ ലൈവ് 24.05 ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. നോക്കിയാൽ ഒരു 3 സെക്ഷൻ ഉണ്ടല്ലേ? ഫസ്റ്റ് വൺ ആണ് പ്രൊജക്റ്റ് ബിന്ന്, അടുത്താണ് ക്ലിപ്പ് മോണിറ്റർ, പിന്നെ ഈ വലതുവശത്താണ് പ്രൊജക്റ്റ് മോണിറ്റർ. നമ്മൾ ഈ എടുത്തിരുന്ന ഓരോ സീനുകളും ഈ പ്രൊജക്റ്റ് ബിന്നിലാണ് വന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴെ നോക്കിയേ, V2 V1 A1 A2 എന്നുണ്ടല്ലേ? ഈ V2 V1 എന്നുള്ളത് വീഡിയോ ട്രാക്കുകളാണ്. അതുപോലെ തന്നെ A1 A2 എന്നുള്ളത് ഓഡിയോ ട്രാക്കുകളാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ കേഡൻ ലൈവ് സോഫ്റ്റ്വെയർ നമ്മൾ ഓൾറെഡി തുറന്നിട്ടുണ്ടല്ലേ? ഇനി ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റിൽ നിന്ന് പ്രൊജക്റ്റ് സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് HD 720 HD 720p 25 FPS ഇതാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സേവ് ചെയ്യാനല്ലേ? ഇപ്പോൾ ഫയൽ സേവ് ആസ് എടുത്ത് സേവ് ചെയ്യാം. ഫയൽ സേവ് ആസ് സ്റ്റുഡൻസ് വർക്ക്സ് 8 ഇഷ്ടമുള്ളൊരു പേര് നമുക്ക് കൊടുക്കാം. വീഡിയോ എന്നൊരു പേര് കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് ചെയ്യാം. അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് പ്രൊജക്റ്റ് ബിന്നിലേക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സിസ്റ്റത്തിൽ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എടുക്കുക. അതെടുക്കാനായിട്ട് പ്രൊജക്റ്റിൽ ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ ഉണ്ട്. പ്രൊജക്റ്റിൽ ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ ഒന്നെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇത് ഇവിടെ കണ്ടോ ഒരു ഐക്കണും ഒരു ആരോയും കണ്ടോ, അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആണെങ്കിലും എടുക്കാം. ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. പ്രൊജക്റ്റിൽ ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ എടുക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് നമ്മുടെ സ്കൂൾ റിസോഴ്സസിൽ നിന്ന് ഒരു വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യാം. സ്കൂൾ റിസോഴ്സസ് ക്ലാസ് 8 നമ്മുടെ ഒരു ആനിമേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ കൊടുക്കുക. ആ ആനിമേഷൻ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? നമ്മൾ ആ എടുത്തിട്ട് ആനിമേഷൻ നോക്കിയാൽ ഈ പ്രൊജക്റ്റ് ബിന്നിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതൊരു വീഡിയോ അല്ലേ? അപ്പം നമുക്കിത് ഇങ്ങോട്ട് വലിച്ചിടാം. ഇവിടെ V1 V2 ഉണ്ട്. നമുക്ക് ഈ V1ലേക്ക് വലിച്ചിടാം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്ന വീഡിയോ. ഇനി നമുക്ക് ഈ വീഡിയോയുടെ കുറച്ച് പോർഷൻ ആവശ്യമില്ല, കട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മളിത് ഈ താഴെ കണ്ടോ, ഇതിലിങ്ങനെ അങ്ങ് മൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് പ്ലേ ചെയ്യുന്നു. പ്ലേ ചെയ്ത് ഈ ഒരു പോർഷനൊക്കെ എത്തുമ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടോ ഒരു സിസറിൻ്റെ സിമ്പിൾ കണ്ടോ, അതാണ് റേസർ ടൂള്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ കറക്റ്റ് വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ. അല്ലാണ്ട് ഇത് ഇവിടെയൊന്നും അല്ല കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യേണ്ടത്. കറക്റ്റ് വീഡിയോയിൽ കൊണ്ടുവന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ 2 പോർഷനായിട്ട് കിടപ്പുണ്ടല്ലേ? എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മൂവ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ടൂള് കണ്ടോ, സെലക്ഷൻ ടൂള്, ഇതെടുത്തതിന് ശേഷം ഇതിനെ വേണം ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്തിടാം. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം ഇതിനെ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്ത വീഡിയോനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ ഫസ്റ്റ് ട്രാക്കിലേക്ക് എടുക്കാം. നോക്കിയേ, V1 V2 2 ട്രാക്കിലേക്ക് ഇട്ടു. നമുക്ക് ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഇങ്ങനെ ട്രാക്കുകൾ ആവശ്യമായിട്ട് വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ഇവിടെ ഇൻസേർട്ട് ട്രാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ ഡിലീറ്റ് ട്രാക്ക് കൊടുക്കുക. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസോൾവ് എന്നൊരു ഓപ്ഷൻ എടുത്തിടാനാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നോക്കിയാൽ നമ്മൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണേ. നോക്കിയേ, ഇങ്ങനെ 2 വീഡിയോ ഒക്കെ നമ്മൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ വന്നു, പിന്നെ ഉടനെ തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ കണ്ടതിന് ശേഷം അല്ലേ അടുത്ത ആ ഒരു പോർഷൻ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് ഇത് കാണണം, അതായത് ഒരു ലയനം വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഡിസോൾവ് എന്നൊരു ഓപ്ഷൻ എടുക്കുന്നത്. അതിവിടെ ഇവിടെ കോമ്പോസിഷനിൽ നമുക്കിവിടെ ഒന്ന് സെർച്ച് ചെയ്യാം. DI കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, ഡിസോൾവ്. ഇതിനിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഞാൻ ഈ ആദ്യത്തെ വീഡിയോയുടെ ഈ പോർഷനിലേക്ക് കൊണ്ടുപോയിട്ടു. ഇനി ഇത് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഡിസോൾവ് കൊടുക്കുന്ന അവിടെ വരുമ്പോഴേക്കും അത് പുതിയൊരു വീഡിയോയിലേക്ക് വരുന്ന ആ ഒരു ലയനത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഓഡിയോ ആഡ് ചെയ്യാനാണ്. അതിനായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 8ൽ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ ഒരു സോങ് ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ. അതിനെയാണ് ഞാനിപ്പോൾ എടുത്തിടാൻ പോകുന്നത്. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഈ ഓഡിയോ വന്നിട്ടുണ്ട്. ഈ ഓഡിയോനെ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഓഡിയോയിൽ കൊണ്ടുവരണം. ശ്രദ്ധിക്കണം, A1 A2 ഇത് കണ്ടോ, ഈ A1 A2 ഇവിടെ വേണം ഇതിനെ കൊണ്ടിടാനായിട്ട്. നമുക്ക് വേണം ഇതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് എന്നൊരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ പ്രൊജക്റ്റിൽ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളിത് ഫുള്ളായിട്ടൊന്ന് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുക, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുക. വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് എനേബിൾ ആയി കിടക്കുക. അപ്പോൾ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എടുക്കുക. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം അല്ലേ. ഇവിടെ കണ്ടോ, ഈ T+ കണ്ടോ, ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ടൈപ്പ് ചെയ്തതിൻ്റെ സൈസും സ്റ്റൈലും കളറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ. അപ്പോൾ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ നോർമൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണേൽ ബോൾഡ് ആക്കി കൊടുക്കാം. അതുപോലെ ഇറ്റാലിക്സ് വേണേൽ ആക്കാം. അതുപോലെ കളർ ചേഞ്ച് ചെയ്യണം. കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കണ്ടോ, ഈ സോളിഡ് കളർ ഈ വൈറ്റ് കളറിൻ്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു കളറും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണ്ടോ ക്രിയേറ്റ് ടൈറ്റിൽ കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ വന്നിട്ടുണ്ടല്ലേ. ഈ ടൈറ്റിൽ നമുക്ക് അവസാനമല്ലേ ആവശ്യം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ടൈറ്റിലിനെ ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിടുക. ഇതിനെങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവസാനം ഇങ്ങനെ കൊണ്ടുപോയി ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.